ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഉത്സവം പോലെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലേക്ക് കൊണ്ട് ഒരു ഉത്സവം പോലെ ഇവിടുത്തെ പൂരപ്പ എന്നാണ് പറഞ്ഞത്. ഇത് 3 വർഷം കൂടുമ്പം നടത്തുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് അറിയാൻ പറ്റിയത്. ഇതിൽ 5 പഞ്ചായത്തുകൾ എന്തോ സംഭവങ്ങൾ ചേർന്ന് കുറേ പേരുകൾ ചേർന്നിട്ടുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ജയനഗർ ഒരുവിധപ്പെട്ട ഏരിയകളിൽ ഫുള്ള് ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. നമ്മുടെ നാട്ടിലെ കൊടിയൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലെയാണെന്ന് തോന്നുന്നു. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ എല്ലാ വീടുകളിൽ നിന്നും കുട്ടികൾക്ക് വിളക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അമ്പലത്തിൽ പോകുന്നുണ്ടായിരുന്നു. എല്ലാ റോഡും നല്ല രീതിയിലേക്ക് ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് അലങ്കരിച്ച് നിൽക്കുമായിരുന്നു. ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഈ വീഡിയോ കാണുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ നേരിട്ട് കാണുന്നില്ലായിരുന്നു. ഇതൊക്കെ അമ്പലത്തിന്റെ ഫ്രണ്ടൊക്കെ നല്ല രീതിയിൽ സെറ്റൊക്കെ ഇട്ട് നല്ല രീതിയിൽ അലങ്കരിച്ച് ഇതൊരു അമ്പലത്തിൽ കയറിയപ്പോൾ ഇതിൽക്ക് ആദിയോഗിയുടെ ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. അതും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ റോഡ് ഫുള്ള് കുറച്ച് ദിവസത്തേക്ക് തന്നെ നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഇതൊക്കെ കുറേ ദിവസമായിട്ടുള്ള ഈ സെറ്റൊക്കെ ഇട്ടത് ലൈറ്റൊക്കെ അലങ്കരിക്കാനായിട്ട് ഏകദേശം 1 മാസത്തോളം എടുത്തായിരുന്നു സത്യം പറഞ്ഞ. ഇന്നലത്തെ വീഡിയോ ഞാൻ പറഞ്ഞില്ലായിരുന്നു കുരുതിയുടെ കാര്യം. അത് ഇവിടുത്തേതാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്ന ഈ അമ്പലത്തിൽ വെച്ചായിരുന്നു നടന്നത്. ഇതൊക്കെ താഴെയൊക്കെ കുറേ ബ്ലഡ് കിടപ്പുണ്ടായിരുന്നു. നമ്മൾ പിന്നെ അധികം നേരം അവിടെ നിന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആടിനെ ഇതൊക്കെ കൊണ്ടുവന്ന് ഓരോ വീട്ടുകാർ നേർച്ചയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ ഈ കാണുന്ന അമ്പലത്തിൽ നമ്മുടെ കനൽ ഇവിടെ ഇട്ടേക്കുന്ന കനലില്ലേ, അവിടെ കനലിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഉത്സവം കഴിഞ്ഞിട്ട് പോയെടുത്തേ. ഞാൻ ഹൂരപ്പയുടെ വീഡിയോ ഇന്നലെ ഇട്ടില്ലേ, അത് കഴിഞ്ഞ് പോയെടുത്തേ. അതുകൊണ്ട് അങ്ങനെ നടക്കുന്നത്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടില്ലേ ഈ രഥവും കാര്യങ്ങളും എല്ലാം, അതും പിന്നെ ബാക്കിയുള്ളവർ ഓരോരുത്തർ ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഒരുങ്ങിയൊക്കെ വന്നത്, അതൊക്കെ ഈ അമ്പലത്തിലായിരുന്നു വന്നു ചേരുന്നത്. പിന്നെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.